ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒട്ടനവധി സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഷെയ്ൻ നിഗം നായകനായി നവാഗതനായ ഉണ്ണി ശിവലിംഗം തിരക്കഥയിൽ സംവിധാനം ചെയ്ത് സെപ്റ്റംബർ 26 തിയേറ്ററിലെത്തിയ സിനിമയാണ് ബൾട്ടി. തമിഴിലും മലയാളത്തിനുമായി റിലീസ് ചെയ്ത് മികച്ച അഭിപ്രായം നേടിയ ഈ സിനിമയ്ക്ക് 17ാം ദിവസവും മൂന്നാമത്തെ ഞായറാഴ്ചയും കൂടിയ ഇന്നലെ കേരളത്തിൽ 23,50,000 രൂപ കളക്ട് ചെയ്യാനായിട്ടുണ്ട്. അങ്ങനെ 8,66,00,000 രൂപയാണ് 17 ദിവസം കൊണ്ട് കേരള കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 12 കോടി റേഞ്ചിലാണ് എത്തി നിൽക്കുന്നത്. ആസിഫ് അലി നായകനായി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത് മിക്സഡ് അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് മിറാജ്. ഈ സിനിമ ഇന്നലെ കേരളത്തിൽ 1,40,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 24 ദിവസം കൊണ്ട് 6,20,00,000 രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 9 കോടി റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. സെന്ന ഹെഗ്ഡെ സംവിധാനം ചെയ്ത് ഒക്ടോബർ 10 വെള്ളിയാഴ്ച തിയേറ്ററിൽ പോസിറ്റീവ് അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് അഭിഹിതം. ഉണ്ണിരാജ, വിനീത് ചാക്യാർ, അമ്മിണി ചന്ദ്രാലയം, രഞ്ജി കാക്കോൾ, ബീന കോക്കാട്, ധനേഷ് കോളിയോട്ട് എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ മൂന്നാം ദിവസവും ആദ്യ ഞായറാഴ്ചയും കൂടിയ ഇന്നലെ 9,35,000 രൂപയാണ് കേരളത്തിൽ കളക്ട് ചെയ്തത്. ആദ്യ 3 ദിവസം കൊണ്ട് 26 ലക്ഷം രൂപയാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ. ഫാസിൽ മുഹമ്മദ് തിരക്കഥയിൽ സംവിധാനം ചെയ്ത ഫെമിനിസ്റ്റ് ഫാത്തിമ ഒക്ടോബർ 10 വെള്ളിയാഴ്ചയാണ് തിയേറ്ററിലെത്തിയത്. ദുൽഖർ സൽമാന്റെ വേഫർ ഫിലിംസ് വിതരണം ഏറ്റെടുത്തിട്ടുള്ള ഈ സിനിമയിൽ ഷംല ഹംസ, സുനിൽ കുമാർ, രാജി, ബബിത ബഷീർ, ഫാസിൽ മുഹമ്മദ് എന്നിങ്ങനെ പുതുമുഖ താരങ്ങളാണ് അണിനിരന്നിട്ടുള്ളത്. ഈ സിനിമ ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 5,75,000 രൂപയാണ് കളക്ട് ചെയ്തത്. ആദ്യ 3 ദിവസം കൊണ്ട് കേരളത്തിൽ 14 ലക്ഷം രൂപയാണ് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. നവാഗതനായ ദീപക് ഡിയോൺ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഒക്ടോബർ 10 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് പ്രൈവറ്റ്. ഇന്ദ്രൻസ്, മീനാക്ഷി, അനൂപ്, അനു ആന്റണി എന്നിങ്ങനെയാണ് താരങ്ങൾ. ഈ സിനിമ മൂന്നാം ദിവസം കൂടിയ ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 2,30,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 6,67,000 രൂപയാണ് 3 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ. മോഹൻലാൽ ഇരട്ടവേഷത്തിൽ അഭിനയിച്ച് 2001 തിയേറ്ററിൽ സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയിട്ടുള്ള സിനിമയാണ് രാവണപ്രഭു. രഞ്ജിത്ത് തിരക്കഥയിൽ സംവിധാനം ചെയ്ത ഈ സിനിമ 4K റീമാസ്റ്റർ പതിപ്പായി ഒക്ടോബർ 10 വെള്ളിയാഴ്ച വീണ്ടും തിയേറ്ററിലെത്തിയിരുന്നു. ഈ സിനിമ മൂന്നാം ദിവസമായി ഇന്നലെ ഞായറാഴ്ച കേരളത്തിൽ 84 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ആദ്യ 3 ദിവസം കൊണ്ട് കേരള കളക്ഷനായി 2,30,00,000 സ്വന്തമാക്കിയ ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 2,90,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ലോക ചാപ്റ്റർ 1 ചന്ദ്ര തിയേറ്ററിലെത്തിയിട്ട് 7ാമത്തെ തിങ്കളാഴ്ച കൂടിയായ 47 ദിവസമാണ് ഇന്ന് കടന്നു പോകുന്നത്. കല്യാണി പ്രദർശൻ, നസ്ലേൻ എന്നിവർ പ്രധാന താരങ്ങളായി ഡൊമിനിക് അരുൺ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഓഗസ്റ്റ് 28 ഓണർ റിലീസായി തിയേറ്ററിലെത്തിയ ഈ സിനിമ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് നേടിയെടുത്തിരിക്കുന്നത്. 46ാം ദിവസമായി ഇന്നലെ ഞായറാഴ്ച ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 42,70,000 രൂപയാണ്. അങ്ങനെ 120,73,00,000 രൂപയാണ് 46 ദിവസം കൊണ്ട് കേരളത്തിൽ ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ആദ്യ 46 ദിവസം കൊണ്ട് 360,60,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ഹോംബാലെ ഫിലിംസ് നിർമ്മിച്ച് ഋഷഭ് ഷെട്ടി തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഒക്ടോബർ 2 തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയത് ഇപ്പോഴും വമ്പൻ തരംഗമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന കന്നഡ പാൻ ഇന്ത്യൻ സിനിമയാണ് കാന്താര ചാപ്റ്റർ 1. സിനിമയുടെ 2ാമത്തെ തിങ്കളാഴ്ച കൂടിയ 12ാം ദിവസമാണ് ഇന്ന് എത്തി നിൽക്കുന്നത്. ഈ സിനിമയുടെ 11ാം ദിവസം ഇന്നലെ ഞായറാഴ്ചയിലെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 4,02,00,000 രൂപയാണ് ഇന്നലെ കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 11 ദിവസം കൊണ്ട് കേരളത്തിൽ 43,02,00,000 രൂപയാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്നലെ ഈ സിനിമ വേൾഡ് വൈഡ് കളക്ഷനായി നേടിയെടുത്തത് 55 കോടി രൂപയായിരുന്നു. ആദ്യ 11 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി ഈ സിനിമ 615 കോടിക്ക് മുകളിലാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ധനുഷ് തിരക്കഥയിൽ സംവിധാനം ചെയ്ത് അഭിനയിച്ച് ഒക്ടോബർ 1 തിയേറ്ററിലെത്തിയ തമിഴ് സിനിമയാണ് ഇഡ്ഡലിക്കടൈ. പോസിറ്റീവ് അഭിപ്രായം നേടിയത് ഇപ്പോഴും മികച്ച ഹോൾഡ് നിലർത്തി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ സിനിമ ഇന്നലെ കേരളത്തിൽ 1,80,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 12 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 99 ലക്ഷം രൂപയാണ്. തമിഴ്നാട് കളക്ഷനായി ആദ്യ 12 ദിവസം കൊണ്ട് 46,60,00,000 നേടിയെടുത്ത ഈ സിനിമ 12 ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി 56,70,00,000 രൂപയാണ് നേടിയെടുത്തിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 69 കോടി രൂപയാണ്. ജോക്കിംഗ് ടോണി സംവിധാനം ചെയ്ത ഒരു അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ട്രോൺ ഏരിയസ്. ഒക്ടോബർ 10 വെള്ളിയാഴ്ച കേരളം ഉൾപ്പെടെ റിലീസ് ചെയ്യപ്പെട്ട ഈ സിനിമയ്ക്ക് ഇന്നലെ കേരളത്തിൽ കളക്ട് ചെയ്യാനായത് 1,80,000 രൂപയായിരുന്നു. 3 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 8,90,000 രൂപയുമാണ്. $180 മില്യൺ ബഡ്ജറ്റുള്ള ഈ സിനിമ $60.5 മില്യൺ ആദ്യ 3 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി സ്വന്തമാക്കിയിട്ടുള്ളത്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.